അഡ്വക്കേറ്റ് എ ജയശങ്കർ കൂടി തത്സമയം ചേരുകയാണ്. ശ്രീ ജയശങ്കർ, അതായത് ഇവിടെ ഇപ്പോൾ 120B, 201, 193, 409, 34 എന്നീ വകുപ്പുകൾ തെളിഞ്ഞിട്ടുണ്ട്. അതിൽ 409 വകുപ്പ് പ്രകാരമുള്ള ശിക്ഷാവിധി കീഴ്ക്കോടതിക്ക് വിധിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിയമത്തിന്റെ സങ്കീർണത കൂടി നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ വകുപ്പുകൾ തെളിയുമ്പോൾ ഇനി ആന്റണി രാജുവിന് എത്രമാത്രം വലിയ ശിക്ഷ കിട്ടാനുള്ള, ജയിലിൽ എത്രമാത്രം തടവ് കിട്ടാനുള്ള സാധ്യതയുണ്ട്? എങ്ങനെയായിരിക്കും ആ വിധി പ്രസ്താവത്തിലേക്ക് കോടതി കടക്കുക? അല്ല, അത് കോടതിയുടെ വിവേചന അധികാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ശരിക്കും അതിൻ്റെ അകത്തുള്ളത്. ഈ വകുപ്പുകളിലുള്ള മിനിമം ശിക്ഷ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ലഭിക്കാതിരിക്കില്ല. പക്ഷെ ഇത് അതിനേക്കാളൊക്കെ കൂടുതൽ ഗൗരവമുള്ളൊരു കുറ്റമാണ്. സാധാരണ ഇതിൽ ഒരു കുത്തുകേസ് പോലെയോ അടിപിടി കേസ് പോലെയുള്ള ഒരു കുറ്റമല്ലല്ലോ. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്നതാണ്. നമ്മൾ ദേഷ്യം വന്ന ഒരാളെ പിച്ചാത്തിയെടുത്ത് കുത്തും, അല്ലെങ്കിൽ ഒരു അടിപിടി ഉണ്ടാകുമ്പോൾ ഒരാളെ തല്ലും, ചിലപ്പോൾ ഒരാൾ മരിച്ചു പോകും. അതിനൊക്കെ ഒരു ന്യായമുണ്ട്. മോഷണമോ കവർച്ചയോ പോലുള്ളൊരു കുറ്റമല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇത് നീതി നടത്തിപ്പിൽ ഒരു അഭിഭാഷകൻ അവിഹിതമായി കൈകടത്തുകയും കോടതിയിൽ ഉണ്ടായിരുന്ന തെളിവ് തൊണ്ടി മുതൽ അവിടെ നിന്ന് വാങ്ങിച്ചതിന് ശേഷം അത് കൃത്രിമം നടത്തി തിരിച്ചു കൊടുക്കുകയും അങ്ങനെ വളരെ ഗുരുതരമായ, അത് മയക്കുമരുന്ന് കേസിൽപ്പെട്ട ഒരു വിദേശിയെ കേസിൽ നിന്ന്, കോടതി നടപടിയിൽ നിന്ന്, ജയിലിൽ നിന്നും രക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ സാമൂഹ്യമായ പ്രത്യാഘാതമാണ് വലുത്. രാഷ്ട്രീയമായ ആ ഒരു പ്രത്യാഘാതമുണ്ട്. അത് ചെയ്യുന്ന കാലത്തും അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്. അതിനുശേഷം MLA ആയി. പിന്നീട് അദ്ദേഹത്തിന് ഈ കേസ് നിലനിൽക്കുന്നതെന്ന കാരണത്താൽ അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിന് മുന്നണി സീറ്റ് നിഷേധിച്ചു. അതിനുശേഷം അദ്ദേഹം വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുന്നു, അത് തോൽക്കുന്നു, വീണ്ടും ജയിക്കുന്നു, മന്ത്രിയാകുന്നു. മന്ത്രിയായിരിക്കുമ്പോഴാണ് ഇത് വീണ്ടും ഉയർന്നു വരുന്നത്. എന്നിട്ട് പോലും ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയില്ല. അദ്ദേഹം 2.5 കൊല്ലവും അമർന്നിരുന്ന് ഭരിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് ഇനിയിപ്പോ എത്ര ശിക്ഷ കിട്ടിയാലും, ശിക്ഷ കിട്ടിയില്ലെങ്കിലും അദ്ദേഹം പൊതുജന മധ്യത്തിൽ കുറ്റക്കാരനായി കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇനിയിപ്പോ 2 കൊല്ലത്തിൽ കുറഞ്ഞ ശിക്ഷയാണ് വിധിക്കുന്നതെങ്കിൽ പോലും അദ്ദേഹം നിയമസഭാംഗം ഭരിക്കുന്നതിന് അർഹനല്ല. കാരണം ഇത് ലളിതമായിട്ടൊരു കുറ്റമല്ലല്ലോ. കോടതി നടപടിയിൽ മായം ചേർത്ത് പ്രതിയെ രക്ഷിച്ചു എന്ന കുറ്റമാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇനി പൊതുരംഗത്ത് രാഷ്ട്രീയത്തിൽ തുടരാനുള്ള ധാർമ്മികവും മറ്റു രീതിയിലുള്ള അവകാശം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുകയില്ല. കാരണം ഇതുപോലെ കളങ്കിതനായ ഒരു വ്യക്തിയെ മന്ത്രിയാക്കിയത് തന്നെ തെറ്റാണ്. അദ്ദേഹം ഈ കേസിൽ പ്രതിയാണെന്നുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഒരിക്കലും അദ്ദേഹത്തിന് സീറ്റ്. അതാണ് നമ്മുടെ നീതി ന്യായ വ്യവസ്ഥയുടെ, നമ്മുടെ നിയമവ്യവസ്ഥയുടെ ലൂപ്പ് ഹോളെന്നോ അല്ലെങ്കിൽ അത് ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ആ ഒറ്റ കാര്യത്തിന് മേലായിരിക്കണം. ഒരുപക്ഷെ ആന്റണി രാജുവിനെ പോലുള്ള ആളുകൾക്കൊക്കെ നോക്കും, ഇത്രയും വർഷങ്ങളായില്ലേ, 3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു കേസിൽ ഇങ്ങനെ ഒരു വിധി വരുന്നത്. അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ നീതിന്യായ വ്യവസ്ഥയെ ആകെ കബളിപ്പിക്കുന്ന ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാളാണ് മന്ത്രിസ്ഥാനത്ത് വരെ എത്തിയത്. തീർച്ചയായിട്ടും. അപ്പൊ ആ നിലയ്ക്ക് ഇത് നമ്മളെ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമാക്കേണ്ട ഒരു വിധിയാണ്. കേവലം ഒരു കേസിലെ ഒരു ക്രിമിനൽ കേസിലെ ഒരു പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതല്ല. അതിനുപരിയായിട്ടുള്ള പല മാനങ്ങളും ഇതിനകത്തുണ്ട്. മാത്രമല്ല, ഇതിൽ ശ്രീ ആന്റണി രാജുവിനെ പരിപൂർണമായിട്ട് കുറ്റപ്പെടുത്താൻ ഞാൻ ഇപ്പോഴും തയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ, അദ്ദേഹത്തെ കോടതി കുറ്റക്കാരനെന്ന് കണ്ടു കഴിച്ചു. പക്ഷേ അന്ന് അദ്ദേഹം ഒരു ജൂനിയർ അഭിഭാഷകനായിരുന്നു ഈ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത്. അത് അദ്ദേഹം ചെയ്ത കുറ്റത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സീനിയറായിട്ടൊരു അഭിഭാഷകൻ ഉണ്ടായിരുന്നു. അവര് തിരുവനന്തപുരത്തെ കൊടികെട്ടിയ ഒരു അഭിഭാഷകരായിരുന്നു. അവരുടെ താല്പര്യപ്രകാരമായിരിക്കുള്ളൂ ഇദ്ദേഹം ഇത് ചെയ്തതെന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. അപ്പൊ മരിച്ചുപോയ സീനിയറിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നത് ധാർമ്മികമായിട്ട് ശരിയല്ല. എങ്കിൽ പോലും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ ഒരു ആംഗിള് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ശരി, അഡ്വക്കേറ്റ് ജയശങ്കറാണ് പ്രതികരിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അഭിഭാഷകനായിരിക്കെയാണ് ആന്റണി രാജു ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടത്തിയത്. പിന്നീട് അദ്ദേഹം ജനപ്രതിനിധിയൊക്കെ, പക്ഷേ അഭിഭാഷകനായിരിക്കുമ്പോഴേ നടത്തിയെന്നുള്ളതൊക്കെ ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ഒപ്പം തന്നെ കോടതിയിലെ ക്ലർക്ക് ജോസ് ഇതിന് കൂട്ടുനിന്നു. 1-ാം പ്രതിയായിട്ടുള്ള ജോസ് കോടതിയിലെ ക്ലർക്കാണ്. അതായത് എവിടെയാണ് നീതിന്യായ വ്യവസ്ഥ കബളിപ്പിക്കപ്പെട്ടത്, എവിടെയാണ് ഈ നിയമം ഉണ്ടായ നിയമലംഘനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൃത്രിമത്വം നടന്നത്, അട്ടിമറി നടന്നതെന്ന് പറഞ്ഞാൽ കോടതിക്കും അഭിഭാഷകർക്കും ഇടയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.